ഗൈസ്, നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയ കാരണം ഉച്ചയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പോൾ രാത്രി ചോറ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കുത്തിപ്പൊരി, ഇവിടങ്ങൾക്കൊക്കെ കുത്തിപ്പൊരി എന്ന് പറയാം. അപ്പം അതൊന്ന് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെയിൻ ആളാണ് കോഴിമുട്ട. നമ്മൾ ഇതും നമുക്ക് നോക്കാം. എഗ്സ് 3. അപ്പം നമുക്ക് ഉണ്ടാക്കാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൊളസ്ട്രോൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിഫൈൻഡ് ഓയിൽ. എണ്ണ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. തക്കാളി, ഉടച്ചു കൊടുക്കാം. തക്കാളിക്ക് നല്ലോണം ഒടിഞ്ഞിട്ടുണ്ട് ഗൈസ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കറിയായിട്ട് കൂട്ടാം. കണ്ടില്ലേ, തക്കാളി ചട്നി, അതാണ് ഇതിൻ്റെ പേര്. ഇനി നമ്മളിതിൽ മുട്ടയും കൂടി ഉടച്ചൊഴിക്കുമ്പോൾ ഇതിൻ്റെ പേര് മാറും, കുത്തിപ്പൊരി എന്നാവും. അപ്പോൾ നമുക്ക് മുട്ട ഉടച്ചൊഴിക്കും. ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 2 3 നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ കുത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. മല്ലിയില, വേപ്പിൻ്റെ ഇല എടുക്കണമെങ്കിൽ പുറത്ത് പോകണം. രാത്രിയാണ്, നല്ല മഴയാണ്, അതുകൊണ്ട് പോകാൻ വയ്യ. അതുകൊണ്ട് മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മല്ലിയില നല്ല ടേസ്റ്റാണല്ലോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡി. എന്തൊക്കെ നെറ്റിടാ